മരിക്കും എന്നുള്ളതേ അറിയുള്ളൂ. എപ്പോൾ എന്നത് ആർക്കും അറിയില്ല. എവിടെ വെച്ചാ മരിക്കുക ആർക്കും അറിയില്ല. എന്തിന്, എന്തുകൊണ്ട്, എന്തിനാണ് അങ്ങനെ ആക്കിയത്? ഓരോരുത്തരും നിഷ്ഠയോടെ, നിഷ്കളങ്കമായി, സൂക്ഷ്മമായി, ആത്മാർത്ഥമായി അമല് ചെയ്യാനാണ്. ഏപ്രിൽ 1-ാം തീയതി, വരുന്ന ഏപ്രിൽ 1-ാം തീയതി ഞാൻ മരിക്കുമെന്നറിഞ്ഞാൽ മാർച്ച് 25 വരെ തോന്നിയാൽ ജീവിക്കുക, ശേഷം നന്നായാൽ മതിയല്ലോ. അപ്പോൾ അമലുകൾക്ക് കൃത്യമായി സൂക്ഷ്മതയോടെ കൂലി തരണമെങ്കിൽ, നിഷ്കളങ്കമായി അമൽ ചെയ്യണമെങ്കിൽ എപ്പോൾ മരിക്കും, എവിടെ മരിക്കും അതറിയാതിരിക്കണം. സർപ്രൈസ് എന്ന് പറയാറുണ്ട് നമ്മൾ പലപ്പോഴും. സർപ്രൈസ് ആണെന്ന് പറയാറുണ്ട്. മരണം സർപ്രൈസ് ആണ്. കാരണം ഇതന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനേ പറ്റുള്ളൂ. മരണം എപ്പോഴായാലും വരും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുന്നിൽ ഒരു അധ്യാപകൻ മരിച്ചത് നമ്മൾ ഓർത്തതാണ്. രാവിലെ മകളുടെ വീടിന്റെ മുകളിൽ കയറി, പണി നടന്നുകൊണ്ടിരിക്കുന്ന മകളുടെ വീടിന്റെ മുകളിൽ കയറി മരിച്ചു. തലേന്ന് അദ്ദേഹം പറഞ്ഞത്രേ, എനിക്ക് നെഞ്ചുവേദനയുണ്ട്, നാളെ കാണിക്കാൻ പോകണം എന്ന് പറഞ്ഞത്രേ. നമ്മൾ പത്രത്തിൽ വായിച്ചത് വീട് മരിച്ചു എന്നാണ്. സത്യത്തിൽ മരിച്ചു വീണു എന്നതാണ്. അറ്റാക്കായി മരിച്ചതാവാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സമയം 12:55. റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആവാം. നമ്മുടെ അമലുകൾ തിട്ടപ്പെടുത്തിയോ? ഒരു രോഗവും ഇല്ലാത്ത, ഒരു ഗുളികയും കഴിക്കാത്ത ആരെങ്കിലും ഈ പള്ളിയിലുണ്ടോ? ഒരു പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അവർ വിചാരിക്കും രക്ഷപ്പെട്ടതാണ്. ഇല്ല. ഒരു രോഗവുമില്ലാത്ത ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നു. രോഗമുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. രോഗമില്ല എന്നുള്ളത് ജീവിച്ചിരിക്കുവാനുള്ള ന്യായമല്ല. രോഗമുണ്ട് എന്നുള്ളത് മരിക്കുവാനുള്ള കാരണവുമല്ല. ഞാനൊരു ഗുളികയും കഴിക്കാറില്ല എന്നൊരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറെ കാലം ജീവിക്കും എന്ന് വിചാരിക്കണ്ട എന്നാ പറഞ്ഞതിന്റെ മറ്റൊരു മലയാളം. ഒന്നുകൂടി ചോദിക്കുന്നു, ഒരു ഗുളികയും കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോ അവരാണ് പെട്ടെന്ന് മരിച്ചു പോവാ. നിങ്ങൾ വിചാരിക്കും മൗത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വേദന വരുമ്പോ തൊട്ടടുത്ത